ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിൽ ഒരു A+ പോലും വാങ്ങാതെ 10ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് സഞ്ചരിക്കുന്നത് റോൾസ് റോയ്സിലാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആളുടെ ലെവലൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ചിലരൊക്കെ ചോദിക്കുന്നുണ്ടാവും, ഇനി ഫാമിലി വല്ല റിച്ച് ടീം അങ്ങനെയൊക്കെയാണോ എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചിട്ട് നമ്മൾ പണ്ടൊക്കെ പറയുന്ന വഴി ഒറ്റയ്ക്ക് വഴി തെളിച്ച് വന്നവനാടാ ഞാൻ എന്നൊക്കെ പറയുന്ന വഴി അങ്ങനെ വന്നിട്ടുള്ള ഒരു വ്യക്തിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം വളരെയധികം ഇൻസ്പയറിംഗ് ആയിരിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മറ്റു രാജ്യത്തുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റോറി കാര്യങ്ങളൊക്കെ തേടി പോകാറുണ്ട്. അതായത് ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ആമസോണിലെ ജെഫ് ബസൂസ്, മാർക്ക് സക്കർബർഗ്, അങ്ങനെ മുകേഷ് അംബാനി, അത് നമ്മുടെ കൺട്രിയിലാണ് മുകേഷ് അംബാനി. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്, ഒരുപാട് വായിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരത്തിൽ വിജയിച്ച ആൾക്കാരെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല, ചെവി കൊടുക്കാറില്ല. പക്ഷെ ആക്ച്വലി നമ്മൾ ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ് കേൾക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മലപ്പുറം കൊണ്ടോട്ടിയുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പം ആളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഇടയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ കഥ തുടങ്ങുന്നത് എവിടെയാ വെച്ചാൽ 7th സ്റ്റാൻഡേർഡിൽ ഇവൻ പഠിക്കുന്ന സമയത്ത് തന്നെ എന്താ പറയാ, ഇവന് പഠനത്തോടല്ല കൂടുതൽ താല്പര്യം. ഓക്കെ, അപ്പം ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങൾ അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇവന്റെ അച്ഛൻ ഒരു കർഷകനായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇവൻ 7ാം ക്ലാസ് മുതലേ ഈ ഇത്തരത്തിൽ പച്ചക്കറി കട കാര്യങ്ങളിലൊക്കെ എന്താ പറയുക, സെയിൽസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പം 7ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ്. പിന്നെ 10ാം ക്ലാസ് വരെ ഇത്തരത്തില് വലിയ ചെറുതുമായിട്ടുള്ള റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ അവൻ ഇതുപോലെ സെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു ദിവസം അറൌണ്ട് 270 റുപ്പീസ് ഒക്കെയാണ്, 300 റുപ്പീസ് ഒക്കെയാണ് അതായത് ഒരു ദിവസത്തെ കൂലിയൊക്കെ കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ പോയിരുന്ന ഒരാളാണ്. പിന്നെ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ആള് പഠനം നിർത്തി. ഓക്കെ, പഠനം നിർത്തിയിട്ട് പിന്നെ ഇത്തരത്തിൽ ബിസിനസ്സും കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഇങ്ങനെ കുറേ അധികം കടകളിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്തു. പിന്നെ ഏകദേശം ഒരു ലൈസൻസ് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയ സമയത്ത് ആളെന്ത് ചെയ്തു, ഇത്തരത്തിൽ വാടകയ്ക്ക് വണ്ടി എടുത്തിട്ട് അച്ഛൻ കർഷകനാണല്ലോ, അച്ഛൻ്റെ കൃഷി, അതായത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായമൊക്കെ ഇത്തരത്തിൽ വിലയ്ക്ക് വാങ്ങാൻ തുടങ്ങി. അതായത് അച്ഛൻ്റെ അടുത്ത് അവൻ എന്ത് ചെയ്തു, കിലോ കണക്കിന് ആദ്യം നേന്ത്രപ്പഴമാണ് ഇത്തരത്തിൽ കച്ചവടത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് എക്സ്പോർട്ടിങ് കമ്പനീസിന് കൊടുക്കാൻ തുടങ്ങി. അതായത് വണ്ടി വാടക എടുക്കും. ഇതുപോലെ അച്ഛൻ്റെ ഇപ്പം 500 കിലോ വാഴപ്പഴം ഇത്തരത്തിൽ എക്സ്പോർട്ടിങ് കമ്പനികൾക്ക് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇവൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അന്ന് എത്രയാ 16, അതായത് 18 രൂപ അങ്ങനെ എന്തോ ആണ് 1 കിലോ വാഴപ്പഴത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഇവ 20 രൂപയ്ക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, 23 രൂപയ്ക്ക് ആർക്ക്, എക്സ്പോർട്ടിങ് കമ്പനീസിന് കൊടുക്കും. അപ്പം അച്ഛൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഫാമിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിരിക്കും, ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏതൊരു എക്സ്പോർട്ടിങ് കമ്പനീസും നല്ല വില കൊടുത്തെടുക്കാൻ തയ്യാറായിരുന്നു. ഓക്കെ, അപ്പം ഒരു ദിവസം 500 കിലോ ഇവൻ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം 500 കിലോ വിൽക്കാൻ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ 1500 രൂപ, അതായത് 3 രൂപ കൂട്ടിയിട്ടാണ് ഇവൻ ആർക്ക് വിൽക്കുന്നത്, എക്സ്പോർട്ടിങ് കമ്പനീസിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവന്റെ ലാഭം എത്രയായി, 1500 രൂപയായി ഒരു ദിവസത്തെ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 270 രൂപയ്ക്ക് കൂലിപ്പണി, അതായത് ഒരു ദിവസത്തെ കൂലി മേടിച്ചിരുന്ന ഒരാളാണ് ഇപ്പൊ 1500 രൂപ ഒരു ദിവസം വാങ്ങുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ എന്ത് ചെയ്ത് അവൻ ഇത്തരത്തിൽ ഇങ്ങനെ അവന്റെ ബിസിനസ് വളർത്താൻ തുടങ്ങി. ഇത്തരത്തിൽ, അതായത് ലോക്കലായിട്ട് ഇത്തരത്തിൽ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് ആദ്യം. ഓക്കെ, അപ്പം ഇത്തരത്തിലെ വലിയ എക്സ്പോർട്ടിങ് കമ്പനീസിനായി ഇവൻ കൊടുക്കാൻ തുടങ്ങിയതുകൊണ്ട് അടുത്തുള്ള ലോക്കലിലുള്ള മാർക്കറ്റിൽ, അതായത് ഫാമേഴ്സും കാര്യങ്ങളൊക്കെ ഇവന് മീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്, ഇത്തരത്തിൽ ആ ഒരു എക്സ്പോർട്ടിങ് കമ്പനി, അതായത് ഫാമേഴ്സിന് എപ്പോഴും തൻ്റെ കയ്യിലുള്ള ഇത് വിറ്റ് പോകണം. കാരണം അത് കെട്ടി വെച്ചിരുന്ന ബാങ്ക് കേട് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വിറ്റ് പോകണം. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഒരു മിഡിൽ മാൻ ആയിട്ട് ഇത്തരത്തിൽ എക്സ്പോർട്ടിങ് കമ്പനീസിന് ആ ഒരു പെർട്ടിക്കുലർ ഇത് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, പിന്നെന്തായി, ഇത്തരത്തിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതൊന്നൊരു ലാഭം കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, സ്റ്റാഫിനും കാര്യങ്ങളിലൊക്കെ ഹയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഏകദേശം 20ാം വയസ്സ് അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ അവനൊരു ജസ്റ്റ് ഒരു കമ്പനി എന്ന നിലയ്ക്ക് രൂപീകരിച്ചു. ഓക്കെ, അപ്പം ഏകദേശം 20 സ്റ്റാഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇത്തരത്തിൽ എക്സ്പോർട്ടിങ് കമ്പനീസിന് ഫ്രഷ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ്റെ കമ്പനീൻ്റെ ടേൺ ഓവർ എന്ന് പറയുന്നത് 50 lakhs ആയിരുന്നു. 1 year ടേൺ ഓവർ എന്ന് പറയുന്നത് 50 lakhs. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇവൻ്റെ ഒരു ഫ്രണ്ട്
അതായത് സൗദിയിൽ, അതായത് ഇത്തരത്തിൽ അവൻ്റെ കൂടെ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന ഒരു ഫ്രണ്ട് ഇത്തരത്തിൽ സൗദിയിൽ കാര്യങ്ങളൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഇവനെ കോണ്ടാക്ട് ചെയ്യണം, ഇത്തരത്തിൽ നിനക്ക് എന്താ എക്സ്പോർട്ടിങ് ചെയ്തുകൂടെ. അപ്പോൾ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ, ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും പ്രഷറുള്ള ഒരു കാര്യമാണ്. കാരണം കറക്റ്റ് ടൈമിൽ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് ആ എക്സ്പോർട്ടിങ് കമ്പനി പറഞ്ഞ സമയത്ത് അവിടെ എത്തിക്കണം. അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അവന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ആ ഒരു ഫ്രണ്ട് ഇതുപോലെ എക്സ്പോർട്ടിങ്ങിനെ പറ്റി വിളിക്കുമ്പോൾ അധികം മൈൻഡ് ചെയ്യുന്നില്ല. എന്താ, എനിക്ക് ഇപ്പം തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ശ്രദ്ധിക്കാൻ നേരില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ ഫ്രണ്ട് എന്ത് ചെയ്തു, ഇവന് ലൈസൻസ്, എക്സ്പോർട്ടിങ് ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. അപ്പം ഇവനും തോന്നി എന്നാൽ അങ്ങനെ ഒരു കൈ നോക്കാന്നുള്ള നിലയ്ക്ക് എക്സ്പോർട്ടിങ് ആരംഭിച്ചു. ആദ്യം തന്നെ നമ്മുടെ ഗൾഫ് കൺട്രീസ് ആയിട്ടുള്ള റിയാദിക്കൊക്കെ എക്സ്പോർട്ടിങ് ആരംഭിച്ചു. അപ്പം ഇത്തരത്തിൽ പ്ലെയിനിലൊക്കെ കയറ്റി വിടാൻ തുടങ്ങി ഓരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ. അപ്പോൾ ആ റിയാദിൽ അൽമദീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു ആദ്യം തന്നെ എന്ത് ചെയ്തു, ഇവൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി തുടങ്ങി. പക്ഷേ ആക്ച്വലി ആദ്യ തുടക്ക സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം, അതായത് ഇവിടുന്ന് ലോക്കലി കളക്ട് ചെയ്തിട്ട് ലോക്കലി ഉള്ള എക്സ്പോർട്ടിങ് കമ്പനീസിന് കൊടുക്കുന്ന അതേ ലാഭം തന്നെയായിരുന്നു എക്സ്പോർട്ട് ചെയ്തപ്പോഴും ഇവന് ലഭിച്ചിരുന്നത്. പക്ഷെ പോകെ ഇവൻ്റെ വോളിയം, അതായത് ഓരോ വോളിയം കൂട്ടി തുടങ്ങി. അതായത് വോളിയം കൂട്ടി തുടങ്ങിയപ്പോൾ ട്രാൻസ്പോർട്ടിങ് എക്സ്പെൻസും അവിടുന്ന് കിട്ടുന്ന, അതായത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബാലൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നല്ല രീതിക്കുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് അവൻ്റെ വളർച്ച തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കമ്പനിയിൽ നിന്ന് പിന്നെയും കുറേ അധികം സ്റ്റാഫിനൊക്കെ ഹയർ ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ലൊരു ബിസിനസ് മോഡൽ അവൻ സൃഷ്ടിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിലാണ് ഞാൻ ഈ പെർട്ടിക്കുലർ സ്റ്റോറി കേട്ടത്. ഓക്കെ, അപ്പം അതിൽ ചോദിക്കുന്നുണ്ട് ഇതുപോലെ കൊറോണേൻ്റെയും നിപ്പാൻ്റെ ടൈമിലൊക്കെ എന്ത് ചെയ്തു, കാരണം ഫുഡാണ്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അപ്പോൾ ഈ സമയത്തൊക്കെ തളരാതെ എങ്ങനെ പിടിച്ചു തന്നു എന്ന് ഇവനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവൻ പറയുന്ന മറുപടി എന്താ വെച്ചാൽ, ആക്ച്വലി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ എന്താ പറഞ്ഞ നല്ലതായി തീരുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ കൊറോണേൻ്റെ സമയത്ത് എല്ലാ പേരും വീട്ടിൽ പൂട്ടിയെടുക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്തു വെച്ചാൽ, കൊറോണേൻ്റെ ടൈമിലല്ല, നിപ്പേൻ്റെ ടൈമിൽ, ഓക്കെ, നിപ്പേൻ്റെ ടൈമിൽ എല്ലാവരും വീട്ടിൽ അടച്ചു നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്ടിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാ രാജ്യവും പറയുന്നത് എന്താ വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള എക്സ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് പറയുന്നത്. കാരണം ആ ഒരു നിപ്പ ടൈമാണല്ലോ, ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും അപ്പോൾ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ തമിഴ്നാട്ടിലും കർണാടകയിലും ഇത്തരത്തിൽ ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, എക്സ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. അവിടെയുള്ള ചെന്നൈ എയർപോർട്ട്, അങ്ങനത്തെ എയർപോർട്ടിൽ നിന്നും കാര്യങ്ങളിലൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഓക്കെ, അപ്പോൾ എന്തായി, കൂടുതൽ എന്തായി, അവന് ആദായം വീണ്ടും കൂടാൻ തുടങ്ങി. ഓക്കെ, അവിടെ ഉണ്ടായ ഒരു ട്വിസ്റ്റ് എന്താ വെച്ചാൽ പിന്നെ കേരളത്തിലത്തെ ആൾക്കാർ എന്ത് ചെയ്ത് അവന് അവിടേക്ക് കൊടുക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പിന്നെ അതായത് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പോണതിന് വരും ഇൻഡയറക്റ്റ് ആയിട്ട് കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട് പോയി അവിടെ നിന്ന് എന്ത് ചെയ്തു, എക്സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ പിന്നെ എന്ത് ചെയ്തു, ബിസിനസ് വളർന്നു. പിന്നെ കൊറോണേൻ്റെ ടൈമിലൊക്കെ ആണെന്ന് വെച്ചാൽ എയർപ്ലെയിൻ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്ത സമയത്തും എന്ത് ചെയ്തു, പിടിച്ചു നിന്നു. കാരണം വെറുതെ ഇരിക്കാതെ അന്നും കഷ്ടപ്പെടാൻ തുടങ്ങി. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കണ്ടെയ്നറിൽ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊന്നും എന്ത് ചെയ്തു, ലാഭം കണ്ടെത്തി, അതും പിന്നെ ഒരു മോഡലാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല കമ്പനീസ് രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം എക്സ്പോർട്ടിങ് മാത്രമല്ലാതെ പലധികം ടൈൽസ് ബിസിനസ്, അങ്ങനത്തെ എല്ലാ ബിസിനസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ ബിസിനസ്സുകാരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ടാറ്റേൻ്റെ ബിസിനസ് ആയാലും മുകേഷ് അംബാനീൻ്റെ ബിസിനസ് ആയാലും ആദ്യം ഒരു ബിസിനസ് മോഡലിൽ തുടങ്ങിയിട്ട് അവർ വേറെ കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോൾ അംബാനീൻസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഡ്രസ്സ്, പെട്രോൾ പമ്പ്, അങ്ങനെ എത്ര ഉണ്ട്, കാറ്, അങ്ങനെ ഒരുപാട് ബിസിനസ് മോഡൽസ് അവർ വരാൻ തുടങ്ങി. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് ഓരോ ബിസിനസ്സിൻ്റെയും വളർച്ച. അപ്പം ആദ്യത്തെ ഉള്ള ഇൻട്രൻസ് കഷ്ടപ്പെടുക. അപ്പം അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ പറയുന്നുണ്ട് ഒരു 22 വയസ്സ് വരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്ട്രഗിൾ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രം നടത്തുന്നില്ല. ഇനീഷ്യലി ഒരാളായിരിക്കും അതിൻ്റെ ബാക്ക് ബോണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരെ ഹയർ ചെയ്യുന്ന തോറും എന്ത് ചെയ്യും, അവൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പം ആ ഇൻ്റർവ്യൂക്ക് വരുമ്പോൾ തന്നെ മൂപ്പര് പറയുന്നുണ്ട് ഇത്തരത്തിൽ ഇപ്പം ഈ ഒരു ഇൻ്റർവ്യൂവിൽ നിൽക്കാൻ തന്നെ എനിക്ക് പറ്റൂലായിരുന്നു. പക്ഷെ ഒരു 22 വയസ്സിൻ്റെ കഴിഞ്ഞപ്പോഴാണ് എന്തായത് ഇത്തരത്തിലൊരു റിലാക്സേഷൻ കിട്ടി തുടങ്ങി. ഓക്കെ, അപ്പം എന്ത് ചെയ്തു, കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യാൻ തുടങ്ങി, കമ്പനീൻ്റെ റെപ്യൂട്ടേഷൻ കൂടി. അപ്പോൾ എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എല്ലാ ബിസിനസ്മാനും ആദ്യം ഇനീഷ്യലി ഉള്ള നല്ലൊരു കഷ്ടപ്പാടിൻ്റെ ഒരു പീരീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു കഷ്ടപ്പാടിൻ്റെ അളവ് കുറഞ്ഞു വരും. പിന്നെ നമുക്ക് നമ്മൾ ആൾക്കാരെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം നമ്മൾ ആ ഒരു ഇതിലേക്ക്
എന്താ പ്രഷർ കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതൊക്കെ നല്ല രീതിക്ക് ഇൻസ്പയറിങ് ആകുകയും. കാരണം എന്താ വെച്ചാൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു റോൾസ് റോയ്സ് എന്നുള്ള ഒരു ഇതിൽ വരെ എത്തിയത്. അതായത് ആഡംബര കാറുകളുടെ കച്ചവടം വരെ, അതായത് അങ്ങനത്തെ ഒരു കമ്പനി വരെ ഇവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോഴും മൂപ്പർ എന്താ ചെയ്യുന്ന അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടി പലധികം പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇന്നോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് മാംഗോ, അതായത് വിഷമടിക്കാത്ത മാംഗോ കാര്യങ്ങളൊക്കെ ഹോട്ട് വാട്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള പദ്ധതികളൊക്കെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുക. അതിനൊക്കെ നല്ല രീതിക്കുള്ള ടേൺ ഓവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം അതിനൊക്കെ നല്ല ഡിമാൻഡ് നല്ല രീതിക്കുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബിസിനസ്സിനെ അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മളും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭവും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇപ്പം സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്തിട്ട് ഏതെങ്കിലും ഒരാളെ കീഴിൽ ജോലി ചെയ്യും. മാസ ശമ്പളം ഒരു 10,000 രൂപ 20,000 രൂപയൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനൊക്കെ വളർച്ചയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ, അതിനൊക്കെ ഒരു മാറ്റം വേണമെങ്കിൽ ഇത്തരത്തിലുള്ള സംരംഭത്തിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം ഇപ്പോൾ ഒരാൾ മാത്രം ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ബിസിനസ് ഐഡിയാസോ കാര്യങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനാണ്. കാരണം ആ ഒരു ചെറു പ്രായം മുതൽ തന്നെ ഇത്തരത്തിൽ വർക്ക് ചെയ്യാനുള്ളൊരു ക്യാപ്പബിലിറ്റിയും കാര്യങ്ങൾ. കാരണം കളിച്ച് നടക്കുന്ന, ഫോണിൽ കളിക്കാതെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഫോണിലൊക്കെ കളിച്ച് നടക്കുന്ന ടൈമാണ് ഇത്തരത്തിലുള്ള യൂത്തും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ആ നേരം എന്ത് ചെയ്തു, ഇത്തരത്തിൽ നല്ല രീതിക്ക് കഷ്ടപ്പെട്ട് എന്ത് ചെയ്തു, നല്ലൊരു ബിസിനസ്മാനായി ഇന്നിപ്പം നല്ലൊരു നിലയിലാണ് മൂപ്പര് എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പം ആളെ പേര് ഞാൻ പറയുന്നില്ല, ആളെ പേര് നിങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം ആളെ പേരും കാര്യങ്ങളൊക്കെ, ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എത്ര പേർക്ക് ഇൻസ്പിറേഷനായി തോന്നിയോന്ന് എനിക്കറിയില്ല, കുറച്ച് പേർക്കെങ്കിലും ഇൻസ്പിറേഷനായി കാണും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിന് നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.